മഴതോരും മുമ്പയുടെ പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗോവർദ്ധനും ബാലചന്ദ്രനും കൂടി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ അവർ വീട്ടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ബാലൻ ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഗോവർദ്ധൻ ടെൻഷനുണ്ടോ എന്ന്. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഇല്ല ബാലേട്ട, എനിക്ക് ടെൻഷനൊന്നുമില്ല, പക്ഷേ എനിക്ക് ബാലേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര ടെൻഷനുണ്ട് എന്ന് പറയും. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, അതൊക്കെ പോട്ടേടോ, താൻ അകത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോയാൽ മതി എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ബാലൻ പറയുന്നുണ്ട് ഗോവർദ്ധനോട്, നമ്മൾ പല സ്ഥലത്ത് പോയി പല ആളുകളെയും കണ്ടു, പക്ഷെ അതൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ ശരി ബാലേട്ട എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി വീടിനകത്തേക്ക് കയറുവാണ്. അപ്പോഴേക്കും ബാലൻ അലീനേനെ വിളിക്കുവാണ്. പക്ഷെ കൃഷ്ണമോൾ ആദ്യം ഓടി വരുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോൾ ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ബാലനോട് ചോദിക്കുന്നുണ്ട്. അച്ഛൻ എവിടെയാണ് പോയത്, ആരെയൊക്കെയാണ് കണ്ടത്, അങ്ങനെ പല പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ക്ഷീണിച്ചായിട്ടാണ് വന്നേക്കുന്നത്, എനിക്കൊന്ന് പോയി ഫ്രഷ് ആവണം, എന്നിട്ട് ഞാൻ എല്ലാവരോടും സംസാരിക്കാമെന്ന് പറഞ്ഞ് ബാലൻ മുകളിലേക്ക് കയറിപ്പോവും. അപ്പോൾ അലീന ഗോവർദ്ധനോട് പറയും, അങ്കിളിന് ഞാൻ ചായ തരാം എന്ന് പറഞ്ഞിട്ട് അലീന അടുക്കളയിലേക്ക് പോവാണ്. അപ്പോൾ ഗോവർദ്ധന എല്ലാ സത്യങ്ങളും അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ ഗോവർദ്ധന അലീനേനെ കാണുമ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഇമോഷൻ അത് അയാളുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അലീന ചായ എടുക്കാൻ പോകുമ്പോൾ ബബിതയും രോഹിത്തും കൂടി റൂമിൽ നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് ഇവർ മൂന്നുപേരും കൂടി ഇങ്ങനെ ഗോവർദ്ധനോട് എവിടെയാണ് പോയേ, ആരെയൊക്കെ കണ്ട്, അങ്ങനെ ഒരു 100,000 ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവർ ആകാംക്ഷ ഉണ്ട്. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, പ്ലീസ് എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ വെറും ഒരു ഡ്രൈവർ മാത്രമായിരുന്നു, അതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല എന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പോഴേക്കും അലീന ചായ ആയിട്ട് വരും. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഗോവർദ്ധൻ വെറുതെ തിരിച്ചു പോകാൻ മടങ്ങുവാണ്. അപ്പോൾ ഗോവർദ്ധൻ ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അലീനേനെ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ബാലൻ റൂമിലിരിക്കുമായിരിക്കും. അപ്പോൾ റൂമിലിങ്ങനെ ഒരു കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു കോൾ വരും ഫോണിൽ. അപ്പോൾ അതിൽ വിളിക്കണത് നമ്മുടെ മനു ആയിരിക്കും. അപ്പോൾ മനു എടുത്ത വഴി ചോദിക്കുന്നത്, അങ്കിള് തിരിച്ചെത്തിയോ, അങ്കിള് ഇങ്ങനെ സ്റ്റാൻഡിനെ കാണാൻ പോയായിരുന്നോ, നീലഗിരിക്ക് പോയായിരുന്നോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ബാലൻ ചോദിക്കുക, അല്ല ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അങ്കിൾ ഇവിടെ വന്നിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്, അങ്കിളാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, അങ്കിള് ബാലചന്ദ്രൻ ഇങ്ങനെ സ്റ്റാൻലി ജോസഫിനെ കാണാൻ പോയിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ഈ വിവരങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് ഗംഗാധരൻ അങ്കിളാണെന്ന് പറയും, ഗംഗേട്ടനാണെന്ന് പറയും. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഞാൻ പോയിരുന്നു, സ്റ്റാൻലി ജോസഫിനെ കണ്ടു, പക്ഷേ അയാൾ തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല, അയാളുടെ കൂടെ തൻ്റെ മകളെ നിർത്തി നോക്കാം എന്ന് ഉറപ്പ് പറഞ്ഞാൽ മാത്രമേ ഞാൻ അലീനയോട് സ്റ്റാൻലി ജോസഫാണ് അവളുടെ അച്ഛനെന്ന് സത്യം പറയുള്ളൂ, അല്ലെങ്കിൽ അവൾക്ക് ഒരേ ഒരു അച്ഛനേ ഉണ്ടാവുള്ളൂ, അത് ഞാനായിരിക്കും, അല്ലാതെ ഒരച്ഛന് വേണ്ടാത്ത മകളെന്ന സങ്കടം അവൾക്ക് ഇനി കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മനുവിനോട് പറയണം. അതുകൊണ്ട് തന്നെ നീ ആരോടും ഈ കാര്യം പറയരുത് എന്ന് മനുവിനോട് പറയുകയാണ്. അപ്പം മനു പറയുന്നുണ്ട്, ഇല്ല അങ്കിളെ, ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേസമ്മേനെയാണ്. ഗ്രേസമ്മ അടുക്കളയിൽ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി അവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചായ കൊണ്ടുവന്ന് ഗ്രേസമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അല്ല രേവതിക്കുട്ടിയെ, ഇന്നെന്താ ചായ ഇത്ര വൈകല് എന്ന് ചോദിക്കും. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതേലേ, ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുടെ സ്വഭാവം പോലെ ഇരിക്കും ആ ഭക്ഷണത്തിൻ്റെ രുചി എന്ന് പണ്ടുള്ളവർ പറയണത് എത്ര ശരിയാലേ എന്ന് പറയും. അപ്പോൾ ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ട് മാമച്ചനങ്ങൾ അടുക്കളയിലേക്ക് വരണ്ടാവും. അപ്പോൾ അങ്കിള് പറയും, അത് മോള് പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ടാണ് ഇവൾ ഉണ്ടാക്കണേനൊക്കെ ഇത്രയും എരിവും പുളിയും എന്ന് പറഞ്ഞ് അവരങ്ങനെ കളിയാക്കുവാണ് ഗ്രേസമ്മേനെ. അപ്പോൾ ഗ്രേസമ്മ പറയും, പറ രേവതിക്കുട്ടി, നിനക്ക് എന്താ പറ്റിയേ എന്ന് ചോദിക്കും. അപ്പോൾ രേവതിക്കുട്ടി പറയണ്ട, അവർ പോയപ്പോൾ ഈ വീട് ഉറങ്ങിയ പോലെ ആയില്ലേ, ഒരു രസമില്ല എന്ന് പറയും. അപ്പോൾ മാമച്ചനങ്ങളും ഗ്രേസമ്മയും പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ് കേട്ടോ, ഞങ്ങൾക്കും അങ്ങനെ തോന്നി, നീ അവർ ചെന്നിട്ടൊന്നും വിളിച്ചൊന്നുമില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ രേവതിക്കുട്ടി പറയും, ഇല്ല വിളിച്ചില്ല, ഞാൻ എന്നാന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. അപ്പോൾ അലീനയുടെ ഫോണിലേക്കാണ് കേട്ടോ വിളിക്കണത്. അപ്പോൾ ഫോൺ റിങ് ചെയ്യുമ്പോൾ കൃഷ്ണമോളാണ് എടുക്കണത്. അപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ ഒരുപാട്
തമാശയിലൊക്കെ ഇങ്ങനെ അവർ രണ്ടുപേരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഓ നിങ്ങൾക്ക് അവിടം വരെ പോയിട്ട് അവിടെ എത്തിയിട്ടൊന്നും വിളിക്കാനുള്ള ഇതൊന്നും നേരം പോലും കിട്ടിയില്ല അല്ലേ എന്നൊക്കെ കൃഷ്ണമോളോട് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞതാന്നേ, പക്ഷേ അലീന ചേച്ചി സമ്മതിച്ചില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ആരാടി അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ച് കൃഷ്ണമോളെ ഇങ്ങനെ ചെവിയിലൊക്കെ പിടിച്ച് തിരിക്കണമൊക്കെയുണ്ട് തമാശയ്ക്ക്. അപ്പോഴേക്കും അവിടേക്ക് ബബിത വരും. അപ്പോൾ ബബിത പറയും, ആരാ ഫോണിൽ എന്ന് ചോദിക്കും. അപ്പോൾ രേവതിക്കുട്ടിയാണ് എന്ന് കൃഷ്ണമോൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഫോൺ സ്പീക്കറിലാണ് ഇട്ടേക്കണേ. അപ്പോൾ രേവതിക്കുട്ടീനോട് ബബിത ചോദിക്കുന്നുണ്ട്, എന്താ ഞങ്ങൾ പോന്നപ്പോൾ അവിടെ ബോറിംഗ് ആയോ? അപ്പോൾ രേവതിക്കുട്ടി പറയും, സത്യമായിട്ടും നിങ്ങൾ പോന്നപ്പോൾ ഇതൊരു ഭയങ്കര ബോറിങ്ങാ എന്ന് പറയും, ഒരു രസമില്ല എന്ന് പറയും. അപ്പോൾ ബബിത പറയും, അത്രക്ക് ബോറിംഗ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരെ, നമുക്കിവിടെ അടുത്ത് വാഗമണും ഇല്ലിക്കൽ കല്ലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇവിടെ നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഓ അതെല്ലേ, എന്ത് കല്ല ഇല്ലിക്കൽ, എന്ത് കല്ലാന്നാ നീ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തമാശയ്ക്ക്. അപ്പോൾ കൃഷ്ണമോൾ ബബിതേനോട് ചോദിക്കുന്നുണ്ട്, ഈ സ്ഥലമൊക്കെ എങ്ങനെ ബബിതേച്ചിക്ക് അറിയാം? ഓ ആ മുടിയൻ്റെ ഒപ്പം പോയതായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ നല്ല ഹാപ്പി ആയിട്ട് കുറച്ച് സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് പിന്നെ. അപ്പോൾ ലാസ്റ്റ് രേവതിക്കുട്ടി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എവിടെ നിങ്ങളുടെ വീരൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടിക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ടല്ലോ രോഹിത്തിനോട്. അപ്പോൾ എൻ്റെ അന്വേഷണം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ കൃഷ്ണ പറയും, ഞങ്ങൾക്ക് ഇതിൽ മെസ്സേജ് പാസ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ നേരെ കൊടുക്കാം എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ രോഹിത്തിൻ്റെ അടുത്തേക്ക് ഫോൺ കൊണ്ട് പോവാണ്. അപ്പോൾ രോഹിത്ത് ചോദിക്കും, ആരെ വിളിക്കണേ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ദേ രോഹിയേട്ടൻ്റെ ഒരു ആരാധികയാണ്, ആരാധികമാരുടെ തിരക്കിയേ എന്നൊക്കെ പറയും. അപ്പോൾ രോഹിത്ത് വന്നു കഴിയുമ്പോൾ തന്നെ രേവതിക്കുട്ടി ആദ്യം പറയുന്നത് വീരാ എന്ന് പറയും. അപ്പോൾ രോഹിത്തിന് ആളാരാന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ രോഹിത്ത് തിരിച്ചു ചോദിക്കും, ഓ എന്താ മരംകൊത്തി എന്ന് ചോദിക്കും. അങ്ങനെ അവർ തമ്മിൽ അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇനി നന്നായി പഠിക്കാൻ നോക്കണം, പരീക്ഷയൊക്കെയാണ് വന്നത്, അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ഫോണൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ നിൽക്കുവാണ്. അതിന് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ബാലൻ ഫ്രഷ് ആയിട്ടൊക്കെ വരുവാണ്. അപ്പോൾ അവിടേക്ക് അലീന ചായയായിട്ട് കയറി ചെല്ലുവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അച്ഛനെ എവിടെയാണ് പോയേ, അച്ഛനെ ആരെയൊക്കെയാണ് കണ്ടേ, പോയ കാര്യം നടന്നോ എന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ, നീ അകത്തേക്ക് വാ, കുറച്ച് പ്രൈവറ്റാ എന്ന് പറഞ്ഞിട്ട് ബാലൻ അലീനേനെ റൂമിലേക്ക് കയറ്റുവാണ്. അപ്പോൾ അകത്ത് കയറി കഴിയുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, നിനക്ക് പറ്റിയൊരു ഷെൽട്ടർ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ചെറുതല്ല വലിയ ഷെൽട്ടറാണ്, വലിയൊരു വീടും കുറേ പട്ടികളും ഒരു ഹൗസ് ഓണറും കുറച്ച് ജോലിക്കാരും ഉണ്ടെന്ന് പറയും. അപ്പോൾ അലീന ചോദിക്കും, ജോലിക്കാരുണ്ടെങ്കിൽ പിന്നെ എന്തിനാ, അത്ര വലിയ വീടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, അവിടെ കിട്ടുവാണെങ്കിൽ നിനക്ക് ഇതിലും നല്ലൊരു ഷെൽട്ടർ ഇല്ല, പക്ഷേ ആ ഹൗസ് ഓണർ എന്നോട് പറഞ്ഞേക്കണത് അയാൾക്ക് ആലോചിക്കാനായിട്ട് കുറച്ച് സമയം വേണം എന്നാണെന്ന് പറയും. അപ്പോൾ അലീന ഈ ബാലൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കണതും കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരണത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.